ഇവിടെ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് 2 സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ്. നിങ്ങൾക്ക് കാണാം അതൊരു എക്സൽ ഫയലാണ്. ആ ടേബിളിൽ 2 കോളമാണുള്ളത്, സ്പെൻഡിങ് കാറ്റഗറിയും എക്സ്പെൻഡിച്ചറും. ആ കോളം പ്രോപ്പറായിട്ട് വിസിബിൾ ആകുന്നില്ല. ഞാൻ ആദ്യം ആ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഹോം ടാബിലുള്ള സെൽസ് എന്ന ഗ്രൂപ്പിലെ ഫോർമാറ്റിൽ പോയി ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ടേബിൾ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇവിടെ വേണമെങ്കിൽ ഇത് സൂം ചെയ്യാവുന്നതുമാണ്. ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾക്കത് സൂം ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതില് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ ആൻസേഴ്സ് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഫൈൻഡ് ടോട്ടൽ മന്ത്ലി എക്സ്പെൻഡിച്ചർ. നമുക്ക് ഓരോ കാര്യങ്ങൾക്കും എത്ര ചെലവായി എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് സം ചെയ്തെടുത്താൽ മതി. അതിനൊരു സം ഇക്വേഷൻ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇക്വേഷൻ കൊടുക്കുമ്പോൾ ആദ്യം ഈക്വൽ ടു സൈൻ കൊടുക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ സം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾക്ക് ഏത് ഡാറ്റയാണ് സം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഡാറ്റ ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. ഞാനത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഡാറ്റ കിടക്കുന്ന സെല്ലിന്റെ റഫറൻസ് അവിടെ വരുന്നുണ്ട്. ആദ്യത്തെ ഡാറ്റ 8500 8500 എന്ന വാല്യൂ കിടക്കുന്നത് ബി കോളത്തില് സെക്കൻഡ് റോയിലാണ്. ബി കോളത്തില് സെക്കൻഡ് റോ. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിലാണ് ഈ ഒരു സെല്ലുള്ളത്. സോ അതിന്റെ പേര് B2 എന്നാണ്. നിങ്ങൾക്കത് ഇവിടെ ആ സെല്ല് മാത്രം സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. B2 തൊട്ട് B9 വരെയാണ് എനിക്ക് സം ചെയ്യേണ്ടത്. അത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് കൂടി കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ കൊടുക്കുകയാണ്. ടോട്ടൽ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കൂ. ഇപ്പൊ 37,300 ആണ് അവിടെ കിടക്കുന്നത്. എന്റർടൈൻമെന്റിന് 1500 ഞാൻ ചെലവാക്കിയിട്ടില്ല, 1200 ചെലവാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ആ വാല്യൂ ചേഞ്ച് ചെയ്ത് കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കേസിലെ അഡ്വാൻറ്റേജ് ഇതാണ്. ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു വാല്യൂ ചേഞ്ച് ആയാലും ആ ഇക്വേഷൻ എവിടെയാണോ കിടന്നത് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ടൈപ്പ് ചെയ്ത് വാല്യൂ മാറ്റേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാർജസ്റ്റ് സ്പെൻഡിങ് കാറ്റഗറി. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഏതിലാണ്? അപ്പൊ അതിന് ആദ്യം ഞാൻ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഡാറ്റയിൽ പോയിട്ട് സോർട്ട് എടുത്തു. സോർട്ട് ബൈ. എനിക്ക് സോർട്ട് ചെയ്യേണ്ടത് എക്സ്പെൻഡിച്ചർ എന്നുള്ള കോളം വെച്ചിട്ടാണ്. അതിൽ ലാർജസ്റ്റ് സ്പെൻഡിങ് ആണ് എനിക്ക് കാണേണ്ടത്. സോ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എടുത്തു. ഓക്കെ കൊടുത്തു. നിങ്ങൾക്ക് കാണാം റെന്റിനാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് സ്മോളസ്റ്റ് സ്പെൻഡിങ് കാറ്റഗറി. ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്തത് എന്റർടൈൻമെന്റിനാണ്. ഫൈൻഡ് ടോപ്പ് 3 സ്പെൻഡിങ് കാറ്റഗറീസ്. റെന്റ്, ഗ്രോസറീസ്, സേവിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് പൈ ചാർട്ട്. അപ്പൊ ഇവിടുന്ന് നേരെ ഇൻസേർട്ടിൽ പോയി ഞാൻ ഡാറ്റ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് പൈ ചാർട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3D പൈ ചാർട്ടാണ് എടുത്തത്. അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ്, ഓരോ കാറ്റഗറിയുടെയും പെർസെൻറ്റേജ് ഇവിടെ കാണാൻ പറ്റും. ഇതിനി വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഡിസൈനൊക്കെ മാറ്റാൻ പറ്റും. അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ
പല രീതിയിലുള്ള പൈ ചാർട്ടുകൾ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഡാറ്റയെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്ത് കാണിക്കാതെ തന്നെ ഈ പൈ ചാർട്ടിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ഈ ബ്ലൂ കളർ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തതെന്ന് മനസ്സിലാകും. അതേതാണ്? റെന്റ്. റെഡ് ആണ് തൊട്ടടുത്ത്, അത് ഗ്രോസറീസ് ആണ്. അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ വിഷ്വലൈസ് ചെയ്യുന്നത് അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ സെറ്റ് ആണ്. ചോക്ലേറ്റിന്റെ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോളംസ് നോക്കാം. സെല് ചെയ്ത ഡേറ്റ്, മന്ത്, ചോക്ലേറ്റിന്റെ ടൈപ്പ്, സ്റ്റോർ ലൊക്കേഷൻ, എത്ര ക്വാണ്ടിറ്റി വിറ്റു, പിന്നെ ഓരോ ചോക്ലേറ്റിന്റെയും പ്രൈസ് പെർ ബാർ, ടോട്ടൽ എത്ര വിറ്റു, ഇത്രയുമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ടോട്ടൽ സെയിൽസ് കോളം ശരിക്കും ഇവിടെ തന്നിട്ടുണ്ട്. അത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. ടോട്ടൽ സെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്ര ക്വാണ്ടിറ്റി വിറ്റു എന്നുള്ളതിനെ ഒരു ചോക്ലേറ്റ് ബാറിന്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ ടോട്ടൽ സെയിൽസ് വേണമെന്ന് വിചാരിക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേഷൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു സൈൻ ഇട്ടു. രണ്ട് സെല്ലിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് ഇതാണ്. ഞാൻ ആ സെല്ല് സെലക്ട് ചെയ്തു. സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ദേ ഇവിടെ ആ വാല്യൂ വന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സിമ്പൽ ഇട്ടു. അടുത്ത സെല്ല് സെലക്ട് ചെയ്യും. അവരെ രണ്ടുപേരെയാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് എൻറ്റർ കൊടുത്തു. ആ വാല്യൂ അവിടെ വന്നു 25 എന്നുള്ള. ഇതേമാതിരി എനിക്ക് താഴെ വരെ ഈ വാല്യൂ വേണം. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ F2 G2 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്തത്. എനിക്കിവിടെ വേണ്ടത് F3 G3 ആണ്. F3യിലാണ് 5 കിടക്കുന്നത്, G3 ആണ് 3. അപ്പൊ അത് കിട്ടാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഇക്വേഷൻ ഇട്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിന്റെ കോർണറിൽ ദാ ഈ വൈറ്റ് കളറിലുള്ള നമ്മുടെ ക്രോസ് സിമ്പൽ ഇവിടെ വരുമ്പോൾ അത് ബ്ലാക്ക് കളറായി മാറുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്കിത് താഴോട്ട് ഡ്രാഗ് ചെയ്യാം. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അവിടെ, അല്ലെങ്കിൽ താഴോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പൊ അതിങ്ങനെ നേരെ താഴേക്ക് പോകുന്നുണ്ട്. ഇതിൽ ഓരോ സെല്ലും എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇക്വേഷൻസ് ആയിരിക്കും അത് എടുത്തിട്ട്, സെൽസിന്റെ വാല്യൂസ് ആയിരിക്കും എടുത്തിട്ടുള്ളത്. ഇവിടെ F6ഉം G6ഉം ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ സെല്ലിൽ വാല്യൂ കിട്ടാൻ. ഇവിടെ F7ഉം G7ഉം ആണ് വരേണ്ടത്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ മാറുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂസ് അവിടെ വന്നോളൂ. ഇപ്പൊ തൽക്കാലം ഞാനത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡിലീറ്റ് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. കാരണം നമുക്ക് ഓൾറെഡി ടോട്ടൽ സെയിൽസ് എന്നുള്ള കോളം ഉണ്ട്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ടോട്ടൽ സെയിൽസ് അക്രോസ് ഓൾ മന്ത്സ് ഫോർ കാരമൽ ഫിൽഡ്. കാരമൽ ഫിൽഡ് എന്ന ചോക്ലേറ്റ് ടൈപ്പിന് എല്ലാ മാസത്തിലും കൂടി എത്ര ടോട്ടൽ സെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ മാസത്തിലെ നോക്കണം. ജനുവരിയിലില്ല, ഇവിടെ ഉണ്ട്, ഫെബ്രുവരിയിലുണ്ട്, മാർച്ചിലുണ്ട്. അപ്പൊ ഇതിലെ ടോട്ടൽ സെയിൽസ് എടുത്ത് കൂട്ടിയെടുക്കണം. അപ്പൊ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതാണ് സം ഈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. വെറുതെ സം ചെയ്താൽ പോരാ, ഈഫ് കണ്ടീഷൻ വെച്ച് ചോക്ലേറ്റ് ടൈപ്പ് അതെടുത്ത് അതിന്റെ മാത്രം സം എടുക്കണം. ഓക്കെ, ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഈക്വൽ ടു കൊടുത്തു. ഇവിടെ എഴുതാം, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. സം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഇക്വേഷനിൽ എന്തൊക്കെ എഴുതേണ്ടതെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് എന്ത്? കാരമൽ ഫിൽഡ്. കാരമൽ ഫിൽഡ് ആണെങ്കിൽ മാത്രം നമുക്ക് സം ചെയ്താൽ മതി. അതാണ് ക്രൈറ്റീരിയ. റേഞ്ച് ഉണ്ട്, സം റേഞ്ചും ഉണ്ട്. സം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സം ചെയ്യേണ്ടത്, ഏത് കോളത്തിലാണ് സം ചെയ്യേണ്ട വാല്യൂസ് കിടക്കുന്നത്.
അപ്പൊ റേഞ്ച് എന്താണ്? ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഇല്ലേ, കാരമൽ ഫിൽഡ്, അത് ഏത് സെല്ല് തൊട്ട് ഏത് സെല്ല് വരെയാണ് കാണാൻ സാധ്യതയുള്ളത്? എവിടെ ഉണ്ടെന്നുള്ളതല്ല, ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെ കാണപ്പെടാൻ സാധ്യതയുണ്ട്, അതാണ് ആ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കാരമൽ ഫിൽഡ് അതെവിടെയാ വരുന്നത്? D2 എന്ന് പറയുന്ന സെല്ല് തൊട്ട് D21 വരെ എവിടെ വേണമെങ്കിലും അത് വരാം. അപ്പൊ ഞാൻ D2 തൊട്ട് D21 വരെ സെലക്ട് ചെയ്തു, അതവിടെ വന്നു, കോമ, ക്രൈറ്റീരിയ, അതൊരു സ്ട്രിങ് ആണ്. അപ്പൊ ഡബിൾ ക്വാഡ്സിന്റെ ഉള്ളിൽ കാരമൽ ഫിൽഡ് അതവിടെ കൊടുത്തു, കോമ. ഇനി സം റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാ വരേണ്ടത്? നമുക്ക് അതിന്റെ ടോട്ടൽ സെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് സം റേഞ്ച്, H2 തൊട്ട് H21 വരെ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ. വാല്യൂ വന്നിരിക്കുന്നത് 136.5 എന്നാണ്. ആ വാല്യൂ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഇവിടെ ഒരു ഫിൽറ്റർ ഇട്ട് കൊടുക്കാൻ പോവാണ്. എല്ലാത്തിലും ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ടൈപ്പിൽ പോയിട്ട് ഈ കാരമൽ ഫിൽഡ് മാത്രം സെലക്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാരമൽ ഫിൽഡ് എന്നുള്ള ചോക്ലേറ്റിന്റെ മാത്രം ഡീറ്റെയിൽസ് കാണാൻ പറ്റും, ടോട്ടൽ സെയിൽസ്. നിങ്ങൾ ഈ വാല്യൂസ് എടുത്തൊന്ന് കൂട്ടി നോക്ക്, 136.5 തന്നെയാണോ വരുന്നതെന്ന് നോക്ക്. ഓക്കെ, ഇതിപ്പോ വളരെ ചെറിയൊരു ഡാറ്റ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മാനുവലി കൂട്ടി നോക്കാനൊക്കെ പറ്റുന്നത്. ഒരു കമ്പനിയിലൊക്കെ വരുന്ന ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് റോസും ഒരുപാട് കോളംസും ഒക്കെ ഉണ്ടാവും, നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പല പല ടൂൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ആ ഫിൽറ്റർ ഞാൻ ക്ലിയർ ചെയ്തു. പോയില്ലേ? പോയി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ചോക്ലേറ്റ് സെയിൽസ് ചേഞ്ച് മന്ത് ഓവർ മന്ത്? ആർ ദേ ഇൻക്രീസിങ്, ഡിക്രീസിങ് ഓർ സ്റ്റേബിൾ? ഓരോ മാസവും ചോക്ലേറ്റ് വിൽപ്പന എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ അത് പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് ഞാൻ ഇൻസേർട്ടിൽ പോയി സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയി പിവറ്റ് ടേബിൾ എടുത്തു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചൂസ് വേർ യു വാണ്ട് ദ പിവറ്റ് ടേബിൾ ടു ബി പ്ലേസ്ഡ്. ന്യൂ വർക്ക്ഷീറ്റിൽ സെലക്ട് ചെയ്താൽ പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ആയിട്ട് അതിനകത്താണ് വരിക. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വർക്ക്ഷീറ്റിൽ തന്നെ വരും. ഞാൻ ന്യൂ വർക്ക്ഷീറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഹൗ ഡു ചോക്ലേറ്റ് സെയിൽസ് മന്ത് ഓവർ മന്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? നമുക്ക് മന്ത് വേണം. ഞാൻ ആ മന്ത് സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം അത് റോയിൽ വന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അത് അവിടെ വരും. ടോട്ടൽ സെയിൽസ് എടുക്കുകയാണ് ഞാൻ, അത് വാല്യൂസിലാണ് വന്നത്. അപ്പോൾ ഓരോ മാസത്തെയും ടോട്ടൽ സെയിൽസ് അവിടെ വന്നു. നമുക്കത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ജനുവരിയിൽ 90 ആണ്. അപ്പൊ ഇവിടെ ജനുവരിയിലേതാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. 25 പ്ലസ് 15 പ്ലസ് 30 പ്ലസ് 20 ചെയ്യുമ്പോൾ 90 തന്നെയാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. അതിനു മുമ്പൊരു കാര്യം, നമ്മൾ പിവറ്റ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിവറ്റ് ടേബിൾ അനലൈസിൽ പോയി കഴിഞ്ഞാൽ പിവറ്റ് ചാർട്ട് കിട്ടും.
ഞാനിവിടെ ഒരു ലൈൻ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാണ്. ഈ ലൈൻ ചാർട്ട് നേരത്തെ പൈ ചാർട്ട് കണ്ടതുപോലെ പല പല രീതിയിൽ നമുക്ക് കാണാൻ ഭംഗിയുള്ള രീതിയിലൊക്കെ ആക്കിയെടുക്കാം. ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വാല്യൂസ് ഇങ്ങനെ കാണിക്കുന്നതുണ്ട്. ഞാൻ ഇതെടുക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ഈ ടേബിളിലോട്ടൊന്നും നോക്കാതെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഫെബ്രുവരിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽസ് ഒക്കെ വന്നത്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ജനുവരിയിലാണ്. അതിവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചോക്ലേറ്റ് ടൈപ്പ് ജനറേറ്റ്സ് ദ മോസ്റ്റ് റവന്യൂ? ഏത് ചോക്ലേറ്റ് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു പിവറ്റ് ടേബിൾ എടുത്ത് അതിൽ കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭം. ഞാനിവിടെ ടോട്ടൽ സെയിൽസിലേക്ക് പോയി. അപ്പോൾ ഓരോ ചോക്ലേറ്റിന്റെയും ടോട്ടൽ സെയിൽസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം മിൽക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ വിറ്റുപോയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചോക്ലേറ്റ് ടൈപ്പ് ജനറേറ്റ്സ് ദ ലീസ്റ്റ് റവന്യൂ? ഏറ്റവും കുറവ് ഏതായിരുന്നു? ഡാർക്ക് ചോക്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റോർ ലൊക്കേഷൻ ബ്രിങ്സ് ഇൻ ദ മോസ്റ്റ് സെയിൽസ്? അതും പിവറ്റ് ടേബിളിൽ കാണാൻ പറ്റും. സ്റ്റോർ ലൊക്കേഷൻ എടുത്തു കൊടുത്തു. ഡൗൺ ടൗണിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്. വിച്ച് ചോക്ലേറ്റ് ടൈപ്പ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ബാർസ് സോൾഡ് റിഗാർഡ്ലെസ് ഓഫ് പ്രൈസ്? അപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസ് അല്ല നോക്കുന്നത്, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വിറ്റുപോകുന്ന ചോക്ലേറ്റ് ടൈപ്പ് ഏതാണെന്ന്. ഏറ്റവും കൂടുതൽ നമ്പർ വിറ്റുപോകുന്നത് ഏതാണെന്നാണ്. നമ്മൾ പ്രൈസ് ഒന്നും നോക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഏത് ചോക്ലേറ്റ് ടൈപ്പ് ആണെന്നാണ്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റിയും ചോക്ലേറ്റ് ടൈപ്പുമാണ് എടുക്കേണ്ടത്. ടോട്ടൽ സെയിൽസ് അല്ല എടുക്കേണ്ടത്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസും പ്രൈസ് പെർ ബാറും ക്വാണ്ടിറ്റിയും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. നമുക്ക് വേണ്ടത് അതല്ല. ഈ ഒരു കാര്യം പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വിറ്റുപോകുന്നത് ഏതാന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പ്രൈസ് കൂടിയതാണോ കുറഞ്ഞാണോ എന്നൊന്നും നോക്കുന്നില്ല. ഇപ്പം ഭയങ്കര പ്രൈസ് ഉള്ള ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്നും മേടിക്കത്തില്ല. ഒരു 20, 30, 50 ആ റേഞ്ചിലൊക്കെയുള്ള സാധനമാണെങ്കിൽ കൂടുതൽ വിറ്റുപോകും. അപ്പൊ അങ്ങനെയാണ് അവർ നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ചോക്ലേറ്റ് ടൈപ്പും ക്വാണ്ടിറ്റി സോൾഡ് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പൊ അത് ഏതാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയത്? ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇവിടെ നോക്കിയാലും മിൽക്ക് ചോക്ലേറ്റ് കാണാം. നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് ഗ്രാഫിൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അതനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഇതിനൊക്കെയാണ് ഡാറ്റ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഒരു കമ്പനിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ ഡാറ്റ അല്ല ഉപയോഗിക്കുക. പിന്നെ ഇവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നത് ഒരു ക്ലീൻ ഡാറ്റയൊന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ഉണ്ടാകും. നമ്മളിവിടെ ടോട്ടൽ സെയിൽസ് ഒക്കെ കാണാൻ പഠിച്ചില്ലേ? ഇപ്പൊ ടോട്ടൽ സെയിൽസിൽ ഇവിടെ ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കൂ. 50 തന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഇത്രയും കണ്ടിരിക്കുന്നത് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. എഫും ജിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. പല പല ലോജിക് ആയിരിക്കും പല ഡാറ്റാ സെറ്റിലും ഉപയോഗിക്കുക. എല്ലാ ഡാറ്റാ സെറ്റിലും ഒരേ ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പലതും പലതാണ്. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? എക്സ്പെൻഡിച്ചർ ആയിരുന്നു. അപ്പൊ അവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാണാൻ എല്ലാം കൂടി സം ചെയ്തെടുത്തു. ഇവിടെ ഇപ്പൊ കാരമൽ ഫിൽഡിന്റെ മാത്രം സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് സമ്മിഫ് യൂസ് ചെയ്തു. അതുപോലെ പല രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ.